ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പൊതുവെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗം. അത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കാം സ്കൂൾ കാലഘട്ടങ്ങളിലെ ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിയും പോലുള്ള വിഷയങ്ങളൊക്കെ പഠിച്ച് മടുത്ത് അത് തള്ളിക്കളഞ്ഞുകൊണ്ടായിരിക്കാം പിന്നീട് അത് തിരിഞ്ഞു നോക്കാൻ പലരും മുതിരാറില്ല. എന്നാൽ RRB കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് 15 മാർക്കാണ് ടയർ 1-ന് GKയുടെ ഭാഗത്തു നിന്നുള്ളത്. 15 മാർക്കാണ് ടയർ 2-നും ഉള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30ഓളം മാർക്ക് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ഈ പറയുന്ന ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാത്രമുണ്ട്. അപ്പൊ ഈ ഭാഗം നിങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളഞ്ഞ് പഠിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഈ വിഷയത്തെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ എങ്ങനെ വേണം പഠിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ തിരിച്ചറിയേണ്ടത്, ഇതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ എക്സാമിനേഷൻ സ്റ്റേജുകളും പാറ്റേൺസും ഒക്കെ ഇതിന് മുന്നൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടയർ 1-ന് 100 മാർക്ക് ഉള്ളതിൽ 15 മാർക്ക് GK ക്വസ്റ്റൻ ആണ്. പക്ഷേ ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അത് ക്വാളിഫയിങ് നേച്ചർ ഉള്ളതാണ്. അതിലെ മാർക്ക് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നില്ല. ടയർ 2 എന്ന് പറയുമ്പോൾ 150 മാർക്കാണ് വരുന്നത്. ഈ 150-ൽ 50 മാർക്കാണ് നോൺ ടെക്നിക്കൽ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അതിലും 15 മാർക്ക് GK ആണ്. പക്ഷേ ടയർ 2-ന്റെ മാർക്ക് എന്താണ്? റാങ്ക് മേക്കിംഗ് ആണ്. അപ്പോൾ GK എന്ന് പറയുന്നത് രണ്ട് ടയറിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും റാങ്കിൽ അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ GK പഠിച്ചേ പറ്റൂ. ഇനി RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം 2018 കണ്ടക്ട് ചെയ്തപ്പോൾ ഉള്ള CBT 1-ലെയും CBT 2-ലെ പേപ്പറും 2024-ലെ CBT 1 CBT 2 പേപ്പറും എല്ലാം അനാലിസിസ് നടത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 15 മാർക്കിലെ നമുക്ക് രണ്ടായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. 3-1 ചോദ്യങ്ങൾ അഥവാ 5 ചോദ്യങ്ങൾ ജൂനിയർ എഞ്ചിനീയർ എക്സാംസിന് പ്രധാനമായിട്ടും ഓൺ ആവറേജ് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്. ബാക്കി 10 ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നാണ്. സ്റ്റാറ്റിക് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് പോലെയുള്ള കൺവെൻഷണൽ ബുക്കുകൾ. അതല്ലാതെ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിനകത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള സബ്ജക്റ്റുകളിൽ നിന്നും 10 ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സിൽ നിന്നും 5 ചോദ്യങ്ങളുമായിട്ടാണ് 15 ചോദ്യങ്ങളായിട്ട് GK നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ GKയുടെ വെയിറ്റേജ് മനസ്സിലായി, എത്രത്തോളം എവിടെ നിന്നാണ് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതെങ്ങനെ പഠിച്ചെടുക്കണം? ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം ഇരിക്കുന്നത്. വെയിറ്റേജ് താരതമ്യേന കുറവായതുകൊണ്ട് നമുക്ക് അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പാറ്റേൺ മാറുന്നത് കൊണ്ട് കൺസെപ്റ്റുകൾ പഠിക്കാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി മാറുന്ന പാറ്റേണുകൾ അനുസരിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് വേണ്ടി ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ എക്സാമിന്റെ സമയത്ത് വെയിറ്റേജ് കുറവായതുകൊണ്ട് പെട്ടെന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി കോഡുകളും പൈ ചാർട്ടുകളും ടേബിളുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൺസോളിഡേറ്റഡ് ക്ലാസ്സസും നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ GKക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ടെക്നിക്കൽ എക്സാംസിന് പഠിക്കുന്ന കുട്ടികൾ GK സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്തവണത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാം നിങ്ങൾക്ക് നേടാം സ്കോറിനോടൊപ്പം.